ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് പ്ലം കേക്കാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1.25 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എല്ലാം കൂടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലും ഞാൻ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈത്തപ്പഴം കുറച്ച്, ഒരു 2-3 എടുത്തിട്ടുള്ളൂ, കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ഈ യെല്ലോ കളർ മുന്തിരി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരി, പിന്നെ ടൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറീസ് എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാം കൂടെ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ഫിഗ് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം മാറ്റി മാറ്റി എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ആൽമണ്ട്സും ഇത്തിരി കാഷ്യൂ മിക്സ് ചെയ്തെടുത്താണ്. കാഷ്യൂ മാത്രം വേണം, അങ്ങനെയും ചെയ്യാം. ഇനി ആദ്യം നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിത് കേക്കിന് മൊത്തമായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കപ്പാണ്. അതിൽ നിന്ന് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കും എടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. നമുക്ക് ആ സമയത്ത് ഇളക്കൊന്നും വേണ്ട. അതൊന്ന് കാരമലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അലൂമിനിയം പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്കിലൊക്കെ ആകുമ്പോൾ എനിക്കൊന്ന് കുറച്ച് ടൈം എടുക്കും. കുറച്ചും കൂടി സിമ്പിളായിട്ട് എനിക്ക് ഇതിൽ ചെയ്തപ്പോൾ തോന്നി. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ സ്റ്റീലിലും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഷുഗർ ഫുള്ള് കാരമലൈസ് ആയി വന്നപ്പോൾ 1/2 കപ്പ് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മേത്തേക്കൊക്കെ നന്നായിട്ട് തെറിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ചായിട്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാരമലൈസൊക്കെ ഒന്ന് കട്ട പിടിക്കും. കുഴപ്പമില്ല, അത് ഒന്നുകൂടി ചൂടായി തിളച്ച് വരുമ്പോൾ ഒക്കെ അലിഞ്ഞ് നല്ല പോലെ പാകമായി വരും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്, അൺസാൾട്ടഡ് ബട്ടറാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഓറഞ്ച് ജസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് പോർഷനൊന്നും വരാതെ പുറത്തുള്ള ഒരു ഇത് മാത്രം എടുത്തിട്ട് 1 സ്പൂണ് ചെറുതായി കട്ട് ചെയ്തിട്ട് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിൽ നട്ട്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് നട്ട്സ് കൂടാതെയാണ് കേട്ടോ 1.25 കപ്പ് പറഞ്ഞത്. നട്ട്സ് സെപ്പറേറ്റ് ആണ്. ഇത്രയൊന്നും എടുക്കണമെന്നില്ല. ഇത് അത്യാവശ്യം നല്ല റിച്ച് പ്ലം കേക്കാണെന്ന് പറയാം. അപ്പോൾ കുറവ് മതി എന്നുള്ളവർക്ക് ഇതിലും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താൽ മതി. 1 കപ്പൊക്കെ എടുത്താൽ മതി. ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയിൽ നിന്ന് ഞാനൊരു 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് മാത്രമേ ഞാൻ മധുരം ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് പാകമാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളച്ചൊന്ന് കുറുകണം. ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കഴിച്ചിട്ട് തോന്നിയത് നട്ട്സ് കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ മാത്രം നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അതുകൊണ്ടാണ് ഒരുപാടങ്ങ് വല്ലാണ്ട് കുറുക്കിയെടുക്കേണ്ടതെന്ന് പറയുന്നത്. ചൂടാറുമ്പോൾ വല്ലാണ്ട് തിക്കായി പോകും പിന്നെ. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, ഫുൾ കളർഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും കറുത്ത മുന്തിരിയാട്ടോ ഡ്രൈ ഫ്രൂട്ട്സിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു നട്ട്മെഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിക്കയാണ് കേട്ടോ നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ 3 ഏലക്കായ, 3-4 ഏലക്കായ, പിന്നെ 2 പീസ് പട്ട. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ 2 സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചത്. അത് ഇതിലേക്ക് ആഡ് ചെയ്താൽ, അപ്പോൾ ഇത് ആഡ് ചെയ്താൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നട്ട്മെഗിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അത് അങ്ങനെയുള്ളവർ ഒരു 1/2 പീസ് എടുത്താൽ മതി. പിന്നെ അതിന് പകരം ഒരു 2 ഗ്രാമ്പു വേണമെങ്കിൽ ആഡ് ചെയ്യാം. മസാലയൊക്കെ പല രീതിയിലും ചെയ്തെടുക്കാറുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പൊടിച്ചെടുത്ത് മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പയിൽ കൂടെ അരിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഏലക്കായുടെ ഒക്കെ ഒരു കുറച്ച് ഇതുണ്ടാവും, അതൊക്കെ പോയി കിട്ടും. ഇപ്പോൾ 2-3 തവണയായിട്ട് അരിച്ചെടുക്കുക. ഞാനൊരു പേപ്പറിലേക്കാണ് അരിച്ചെടുക്കുന്നത്.
പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി ബേക്കിംഗ് പൗഡറാണ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. ഇതൊക്കെ നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല പൊടിച്ചെടുത്ത ജാറുണ്ടല്ലോ, അതിൽ തന്നെ 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരികളോ പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൈവച്ച് തട്ടി ഒഴിവാക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കളർ കാണാത്തത്. മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നമ്മുടെ ചൂടാറിയിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് തലേ ദിവസമൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് റെഡിയായി കിട്ടും. അതായത് നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ തലേ ദിവസം ഇതേപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. എന്തായാലും നല്ലപോലെ ചൂടാറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കട്ടിയായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ തടിത്തവിയാണ് യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യാം, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി കുറച്ചായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കയ്യിലാണ് ഫോൺ പിടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതേപോലെ ഞാനൊരു 2-3 ബാച്ച് ആക്കിയിട്ട് പൊടികൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടി തന്നെയാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാവുക പ്ലം കേക്കിൻ്റെ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അവണിലും ചെയ്തെടുക്കാം. ഇത് നേരെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തും സൈഡിലൊക്കെ. അൺസാൾട്ടഡ് ബട്ടർ തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം കേക്ക് ടിൻ എടുത്താൽ നല്ല ഹൈറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കുള്ള പാത്രത്തിൽ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ചെറിയ സൈസ് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും നമുക്ക് കറക്റ്റ് നല്ല ഹൈറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാറ്റർ. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. 5 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് വെക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ട് ഒന്ന് കുക്കായതിന് ശേഷം അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാനാണ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക 3 മിനിറ്റ് കഴിഞ്ഞാൽ. ആ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കുക. എനിക്കൊരു 35 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 35 അല്ലെങ്കിൽ 40, 45, 50 മിനിറ്റ് വരെ ചിലവർക്ക് എടുക്കും. അപ്പം അത് നമ്മുടെ ഗ്യാസിനും ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും, ബാറ്ററിൻ്റെ ഒരു പാകമൊക്കെ അനുസരിച്ചായിരിക്കും റെഡിയായി വരിക. അപ്പോൾ ഇത് കുക്കായതിന് ശേഷം ചൂടാറിയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് പ്ലം കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇതിൽ എന്താ പറയുക, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. കറുത്ത മുന്തിരി ഇഷ്ടമില്ലാത്തവരുണ്ടാവും, കുറച്ചെടുക്കാം. പിന്നെ നട്ട്മെഗ്, ജാതിക്കയുടെ ആ ഒരു ഫ്ലേവർ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അവർ അത് പകുതിയാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ഗ്രാമ്പു വേണമെങ്കിൽ ആഡ് ചെയ്യാം. മസാല പല രീതിയിൽ ചെയ്തെടുക്കുന്നവരുണ്ട്, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം വീട്ടിൽ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.